24 ഇലക്ഷൻ ബ്രേക്കിംഗ്. കേരളത്തിൽ LDFും UDFും തമ്മിലാണ് ഡീലെന്നും ജനത്തിന് ഇരുകൂട്ടരെയും മടുത്തുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 24-ൽ RC വിത്ത് SK പ്രത്യേക അഭിമുഖത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ മനസ്സ് തുറന്നത്. കേരളത്തിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശിയടിക്കും. ശബരിമല സ്വർണ്ണ കൊള്ള ജനമനസ്സിൽ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചിട്ടുണ്ട്. FCRA ഭേദഗതി കള്ളപ്പണം വെളുപ്പിക്കൽ തടയാനെന്നും ക്രിസ്ത്യൻ സഭകളെ ബാധിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. വികസന ചർച്ചയിൽ നിന്ന് വഴിതിരിക്കാനാണ് വോട്ട് ഡീൽ ആരോപണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരുമായുള്ള RC വിത്ത് SK പ്രത്യേക അഭിമുഖത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കിയത്. നേമത്ത് ഡീൽ നടക്കുമെന്ന് തോന്നുന്നുവെന്നും CPIM BJP ഡീൽ ആരോപണം പച്ചക്കള്ളമാണെന്നും രാജീവ് ചന്ദ്രശേഖർ. ഈ ഡീലിനെ കുറിച്ചൊരു ഇവിടെ പോസ്റ്റ് ഡോക്ടറൽ സ്റ്റുഡൻസും PhD ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിനും CPM ഈ തവണ അതെല്ലാം ചെയ്താണല്ലോ, ജനങ്ങൾ അവരെ ക്ഷമിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിനൊപ്പം രാഷ്ട്രീയം ചെയ്യുന്നത് ആരുടെ ഡീലാണത്? കോൺഗ്രസുമായിട്ടാണ്. കോൺഗ്രസിന്റെ ഡീൽ. ഓക്കെ. തമിഴ്നാട്ടില് രണ്ട് പാർട്ടീസ് ഒരുമിച്ച്, കേരളത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടീസ് ഒരുമിച്ച് മത്സരിക്കുന്നത് ആരുടെ ഡീലാണ്? CPM കോൺഗ്രസ് അല്ലേ? ഇത് ആരെയാ വിഡ്ഢിയാക്കുന്നത്? 27 സംസ്ഥാനം, 8 യൂണിയൻ ടെറിട്ടറീസിലെ ഒഫീഷ്യൽ പൊളിറ്റിക്കൽ അലയൻസിന്റെ ഭാഗമാണ് CPM കോൺഗ്രസും. എന്നിട്ട് ഡീല് ഞങ്ങളൊപ്പമാണോ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിൽ നിന്ന് BJP പിന്നോട്ട് പോയെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ജനങ്ങൾ ഏറ്റെടുത്തു. മറ്റാരുണ്ട് ശബരിമല കൊള്ള ചെയ്യാൻ? മറ്റാരുണ്ട് SDP ഒപ്പം രാഷ്ട്രീയം ചെയ്യാൻ? മറ്റാരുണ്ട് എക്സാലോജിയിൽ കാശിടാൻ? എല്ലാം അവരെന്നെ ചോദിക്കുന്നു. അപ്പൊ ഞാൻ എന്തിനാണ് അതിൽ പോയി ചാടേണ്ടത്? ശബരിമലനെ കുറിച്ച് മിണ്ടണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടല്ലോ. അല്ല, അതിനകത്ത് നിങ്ങൾക്കൊരു പേടിയുണ്ടോ? ഇത് നമ്മൾ കൂടുതൽ ശക്തിയായിട്ട് ഇത് ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് കോൺഗ്രസ്സുകാർ നേട്ടം ഉണ്ടാക്കും എന്നൊരു ധാരണ എന്തെങ്കിലും ഉണ്ടോ? ശബരിമല ഒരു ഇഷ്യൂ ആണ്. ശബരിമല ചർച്ചയാകില്ലെന്ന റാന്നിയിലെ NDA സ്ഥാനാർത്ഥിയുടെ പ്രതികരണം രാജീവ് ചന്ദ്രശേഖർ തള്ളി. V. ശിവൻകുട്ടിയോടല്ല, മുഖ്യമന്ത്രിയോട് നേരിട്ടാണ് വികസന സംവാദം നടത്തേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ. FCRA വിഷയത്തിലും രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കി. FCRAന്റെ പേരിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മുടെ ED, PMLA, മണി ലോണ്ടറിംഗ് ആക്ട് ഉണ്ട്. അതിന്റെ എല്ലാം ഹാർമണൈസ് ചെയ്യുന്നതാണ് ഇപ്പൊ നടക്കുന്ന കാര്യം. ഈ പുതിയ ആപ്ലിക്കേഷൻ ഇപ്പൊ അപ്ലൈ ചെയ്ത് ആ FCRA വഴി ഇല്ലീഗൽ കാശി കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പുതിയതായി അപേക്ഷിക്കുന്നവരെ മാത്രമേ ഇതിൽ സ്വാധീനിക്കുന്നു. പിന്നെ പഴയ ആൾക്കാരെ ഇല്ല. സഭാ നേതൃത്വം ആരെങ്കിലും പറഞ്ഞു? സംസാരിച്ചല്ലോ. ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. മെയ് 4-ന് 24-ൽ കാണണമെന്ന് R. ശ്രീകണ്ഠൻ നായർ പറഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി ഇങ്ങനെ: മെയ് 4-ാം തീയതി. അന്ന് എങ്ങനെ പറയേണ്ടി വരുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അല്ല, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.